ദൈവനാമം മാത്തപ്പെടട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭാ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ചില നാടകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണയാണല്ലോ. എന്നാൽ സമീപകാലത്ത് നടന്ന ചില നാടകങ്ങൾ കാര്യമായി യേശിയില്ല എന്നത് വളരെ വ്യക്തമാണ്. രണ്ട് ഉദാഹരണങ്ങളാണ് സമീപകാലത്ത് കട്ടച്ചിറയിലും ചാലിശ്ശേരിയിലും ഉണ്ടായ വിഷയങ്ങൾ. ഈ രണ്ട് സ്ഥലങ്ങളിലും ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി യാക്കോബായ സഭയിൽ നമ്മുടെ സഹോദരങ്ങൾ നടത്തിയ നാടകങ്ങളാണ് വൻ പരാജയത്തിലേക്ക് പോയത്. അതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. കട്ടച്ചിറയിലെ കാരണം CCTV ദൃശ്യങ്ങൾ നൽകിയതായ സത്യമാണ്. ലോകത്തോട് ആ സത്യം CCTV തന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ചാലിശ്ശേരിയിൽ നാടിൻ്റെ നിയമപാലകർ ക്രിയാത്മകമായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് നാടകം പൊളിഞ്ഞത്. കട്ടച്ചിറയിൽ അകാലത്തിൽ വേർപിരിഞ്ഞു പോയ ബേസിൽ എന്ന ഒരു കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് മുമ്പിൽ പ്രത്യേകമായി സ്നേഹപുഷ്പം സമർപ്പിച്ചുകൊണ്ട് പറയട്ടെ. ആ കുഞ്ഞിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അവിടെ നാടകങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിച്ചത്. പോലീസ് അധികാരികൾ നൽകിയ നിർദ്ദേശപ്രകാരം ഓർത്തഡോക്സ് സഭയിലെ ചുമതലക്കാർ പള്ളിയുടെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുക്കുകയും ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറിക്കൊടുക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞിൻ്റെ ശവസംസ്കാരമാണ്, നിയമം തെറ്റിച്ചാലും അവർ നടത്തുന്നെങ്കിൽ നടത്തിക്കൊള്ളട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ മാറി നിൽക്കുകയായിരുന്നു ഓർത്തഡോക്സ് സഭയിലെ വൈദികരും പള്ളിയിലെ ചുമതലപ്പെട്ടവരും മറ്റു വിശ്വാസികളും എല്ലാം മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ നിയമം അനുവദിക്കാത്ത ആളുകൾ തന്നെ അതിനകത്തേക്ക് കയറി ശവസംസ്കാരം നിയമവിധേയമല്ലാത്ത രീതിയിൽ നടത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് സംഘർഷങ്ങൾ അവിടെ സ്വയം സൃഷ്ടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഒരു ചെറിയ കലാപ നാടകം അവിടെ ഉണ്ടാക്കിയതാകുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഉൾപ്പെട്ടതായ കേസിൽ പ്രതിയായി മാറിയ ജോർജ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വൈദികൻ്റെ സംഭാഷണം ഇപ്പോൾ മറ്റ് യൂട്യൂബിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഓർത്തഡോക്സുകാർ ഒരാൾ പോലും ഞങ്ങളെ തടഞ്ഞിട്ടില്ല, ആർക്കുമെതിരെ ഒരു പരാതിയും ആർക്കും ഇല്ലായിരുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ആരെങ്കിലും അവിടെ വരികയോ നിങ്ങളെ പ്രവേശിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുക? സഭാപരമായിട്ട് നമുക്ക് അവരോട് അഭിപ്രായ വ്യത്യാസം ചെയ്യുമ്പോൾ തന്നെ ഇന്നലത്തെ പർട്ടിക്കുലർ ഇഷ്യൂവിൽ അവർ ബിഹൈൻഡ് കട്ടറിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പ്രദേശത്തുള്ള യഥാർത്ഥ ഇടവകയിലുള്ള 8 കുടുംബങ്ങളിൽപ്പെട്ട ആ ഓർത്തഡോക്സുകാരായ മനുഷ്യർക്ക് ഈ കുഞ്ഞിന്റെ മരണത്തിൽ അവർക്കും അതീവ ദുഃഖമുണ്ട്. അവരും ഈ ശവശരീരത്താണ് വീട്ടിലേക്ക് വന്നതാ, അവർക്ക് ദുഃഖമുണ്ട്. അവരെ വിചാരിച്ചത് കുഞ്ഞിന് ഏറ്റവും നന്ദിയായ ഒരു യാത്രയൊക്കെ നടത്തിക്കോട്ടെ എന്ന് കരുതി അവരെ പ്രദേശത്തേക്ക് വന്നതേ ഇല്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ വന്നിട്ടില്ല. സത്യം ഇതാണെന്നിരിക്കെയാണ് ഈ ശവസംസ്കാരവും സംഘർഷവും കഴിഞ്ഞതിന് ശേഷം യാക്കോബായ വിവാഹത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് മാധ്യമ വിവാഹം ഒരു പ്രസിദ്ധീകരണം പത്രക്കുറിപ്പിലൂടെ നടത്തുന്നത് കാണുവാനായിട്ട് ഇടയായത്. ശവസംസ്കാരത്തെ തടഞ്ഞും യാക്കോബായ വിശ്വാസികളെ ആക്രമിച്ചും ഓർത്തഡോക്സ് വിഭാഗം നടത്തുന്ന രീതിയിൽ ഉള്ള സംഘർഷങ്ങളെ അപലപിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത്. മനഃപൂർവ്വം എങ്ങനെയെങ്കിലും വീണ്ടും ഇങ്ങനെയുള്ള നാടകങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ വരുതിയിൽ വരുത്താം എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളതായ മാധ്യമ സൃഷ്ടികൾ ഉണ്ടാകുന്നത് എന്നത് ഞാനൊന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ചാലിശ്ശേരി പള്ളിയിലെ വിഷയം വളരെ വ്യക്തമാണ്. ആഴ്ചയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കണമെന്നുള്ള ആവശ്യവുമായി യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോടതിയെ സമീപിച്ചു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്ന് കോടതി പാലക്കാട് SP കൃത്യമായ നിർദ്ദേശം നൽകി. എന്നാൽ പാലക്കാട് SP വരുന്നവരുടെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കി എന്നതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ചു. ഇതാണ് സത്യാവസ്ഥ. അവിടെയും മലങ്കര സഭ ആരെയും തടഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന ആളുകൾ പ്രാർത്ഥിച്ച് പോകുന്നതിനപ്പുറമായി മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്ന അജണ്ടയോടുകൂടി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നത് സമൂഹം കൃത്യമായി മനസ്സിലാക്കണം. യാക്കോബായ സഹോദരങ്ങളോട് പറയാനുള്ളത്, കോടതികളല്ല മനസാക്ഷികളാണ് നമുക്ക് വേണ്ടതെന്ന് നിങ്ങൾ അടുത്ത സമയത്തായി സ്ഥിരമായി പ്രസംഗിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക്
ഒരു ചെറിയ ഒരു കോടതി വിധിയുടെ എന്തെങ്കിലും ഒരു പരാമർശം അനുകൂലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതേ കയറി പിടിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമോ അതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഏതാണ് ശരി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ മനമാറ്റങ്ങൾ അത് അപകടകരമാകുന്നു എന്നൊരു കാര്യം സ്നേഹപൂർവ്വം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾ തന്നെയാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ വായിലൂടെ തന്നെ വീണ്ടും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളും വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഭാമക്കളായ വിശ്വാസികളെ ഇരുട്ടിൽ തള്ളിയിടുന്നതായ പ്രവണതകൾ യാക്കോബായ സഭ നേതൃത്വത്തിലിരിക്കുന്നവർ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും. മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാകുന്നു എന്നുള്ളതാണ് ബലഹീന എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു കയ്യിൽ വിശുദ്ധ വേദപുസ്തകവും മറു കയ്യിൽ ആക്രമത്തിൻ്റെ ആയുധങ്ങളും പിടിച്ചുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്നുള്ളത്. കാരണം സത്യം എപ്പോഴും ജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ സത്യത്തിൻ്റെ മേളിൽ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിറച്ചു വെച്ചാലും ഏറ്റവും വലിയ സത്യം ഏറ്റവും മുകളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ വലിയ സത്യം അസത്യങ്ങളെയും അർത്ഥസത്യങ്ങളെയും പതുക്കെ മാറ്റി സത്യത്തെ തന്നെ തിരിച്ച് പിടിച്ച് കൊണ്ടുവരും എന്ന ഒരു ഉറപ്പ് ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമുക്ക് രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവമക്കളായി സമാധാനത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ.